ഹായ് ഓൾ KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ വീഡിയോ എന്തായെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ബാമയും രേവതിയും കൂടിയിട്ട് കുടവും പപ്പടവുമായിട്ട് വരികയാണ് രണ്ട് പാത്രത്തിൽ. അപ്പോൾ കുടത്തിൽ മോതിരട്ടെടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കുടവും ഒരാളുടെ കയ്യിൽ പപ്പടവുമാണുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി കൊണ്ടുവരികയാണ്. എന്നിട്ട് ചന്ദ്ര ചെയ്യുന്നത് അവരുടെ കയ്യിൽ നിന്നും ഒരു മോതിരം കഴിച്ചിട്ട് അതിലിടുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോഴേക്കും ആ ചടങ്ങ് തുടങ്ങുമ്പോഴേക്കും സച്ചിയും എത്തി. സച്ചി വന്നപ്പോൾ തന്നെ ചോദിക്കുകയാണ്, ഇതെന്താ അച്ഛമ്മ ഇവിടെ നടക്കുന്നത്? കുടമൊക്കെ വെച്ചിട്ട്. ചെറുക്കനും പെണ്ണും കുടത്തിൽ നിന്നും മോതിരം എടുക്കുന്നൊരു ചടങ്ങുണ്ട്. അത് നടത്താൻ വേണ്ടി പോവുക. ഇവൻ്റെ കല്യാണം കണ്ടതും പോരാ, ഇനി ഇതും കൂടി കാണണോ? എൻ്റെ ഒരു വിധിയേ. അപ്പോൾ ചന്ദ്ര പറയാണ്, നിന്നോട് ആരെങ്കിലും കാണണമെന്ന് പറഞ്ഞോ? വീട്ടിൽ വെച്ച് നടത്തിയാൽ എല്ലാവരും കാണേണ്ടി വരും. ആരും കാണാതെ നടത്തുകയാണെങ്കിൽ റോഡിൽ വെച്ച് നടത്ത്. അച്ഛൻ പറയാണ്, എടാ ഒന്ന് ചുമ്മാതിരിടാ സച്ചി. മക്കളെ, ഞാൻ ഈ സ്വർണ്ണ മോതിരം ഈ കുടത്തിൽ ഇടാൻ വേണ്ടി പോവുക. നിങ്ങൾക്ക് ആർക്ക് കിട്ടും നോക്കട്ടെ. സച്ചി ചന്ദ്ര പറയാണ്, ഇനി എടുത്തോ. രണ്ടുപേരും കൂടി മോതിരം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, പുതുപ്പെണ്ണേ, അവൻ്റെ കയ്യിൽ കിട്ടാതെ നോക്കണേ, അല്ലെങ്കിലേ അവനതെടുത്തുകൊണ്ട് ഓടും. അച്ചമ്മ, സച്ചി മിണ്ടാതിരിക്കേ. നിങ്ങളെടുക്കുക മക്കളെ. രണ്ടുപേരും കുടത്തിനകത്ത് കൈയിട്ട്. സച്ചി രേവതിയോട് സ്വകാര്യമായിട്ട് പറയാണ്, നീ കണ്ടോ, അവൻ ആ പെണ്ണിൻ്റെ വിരലൊടിക്കും, എന്നിട്ട് മോതിരെടുക്കും. രേവതി പറയാണ്, ഒന്നും മിണ്ടാതിരിക്കേ. രണ്ടുപേരും കുടത്തിൽ കൈയിട്ട് തപ്പുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ഞാൻ എടുക്കട്ടെ? ശ്രുതി കയ്യിൽ മോതിരം എടുത്തിട്ട് പറയാണ്, അമ്മേ ഇതാ. അമ്മ പറയാണ്, ശ്രുതിയാണല്ലോ എടുത്തത്. അപ്പോൾ ചന്ദ്ര, ഞാൻ കണ്ടു, മോള് വിട്ടുകൊടുത്തതല്ലേ അവന്, അല്ലേടാ ശ്രുതി? അച്ഛാ നോക്കിയേ, അവൻ്റെ മുഖം എന്തോ പോലെ ഇരിക്കുന്നില്ലേ, ഗ്യാസ് പിടിച്ചു നിർത്താൻ നോക്കുന്നത് പോലൊരു ഭാവം. അപ്പോൾ അച്ഛൻ, എൻ്റെ പൊണ്ണ് സച്ചി, നീ ഒന്നും മിണ്ടാതിരി. ഒന്നുമില്ലേ. അപ്പോൾ ചന്ദ്ര വിളിക്കുകയാണ്, ശ്രുതി. ചന്ദ്ര പറയാണ്, ഇപ്പോൾ മോള് മോതിരം അവന് വിട്ടുകൊടുത്തു. അവൻ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് മോള് വിട്ടുകൊടുത്തത്. നീ ഇവനെ ഉയരങ്ങളിലെത്തിക്കും, എനിക്ക് സമാധാനമായി മോളെ. സച്ചി അത് കണ്ട് രേവതിനോട് ഇങ്ങനെ ആക്കി കാട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, ഭാര്യ നല്ലവളാണെങ്കിൽ ഏത് പുരുഷനും മുന്നിലെത്തും. ഉയരങ്ങളിലെത്തിയ ആണുങ്ങളുടെ പിന്നിൽ അവരുടെ ഭാര്യമാരുണ്ട്. അതായത് ഒന്നിനും കൊള്ളാത്ത ഭാര്യമാരാണെങ്കിൽ കെട്ടിയവന്മാർ എവിടെയും എത്തില്ല. കേട്ടില്ലേ അച്ഛാ? ഈ രഹസ്യം അച്ഛനറിയില്ലായിരുന്നോ? അതാണോ ഇവരെ കെട്ടിയത്? നല്ലൊരു ഭാര്യയെ കെട്ടിയിരുന്നെങ്കിൽ അച്ഛൻ ഇതിനേക്കാൾ ടോപ്പിലെത്തിയേനെ. പാവ എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛനും അതുപോലെ തന്നെ പറയാണ്, ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അപ്പോൾ വേണ്ട. അപ്പോൾ അച്ഛമ്മ, നീ തന്നെയല്ലേ ഇതൊക്കെ പറഞ്ഞു പറയിക്കുന്നേ? നിങ്ങളിരിക്കും മക്കളെ. ഇനി പപ്പടം തലയിലുടക്കണം. അച്ഛമ്മ ഇരിക്കേ. ചന്ദ്ര പറയാണ്, റെഡി 1 2 3. അപ്പോഴേക്കും അവർ രണ്ടുപേരും പപ്പടം എടുത്ത് തലയിൽ ഉടക്കുകയാണ്. സച്ചി പറയാണ്, മതി, പപ്പടം കഴിക്കാൻ വേണ്ടി വാങ്ങിയതാ, ഇതെന്തിനാ ഇങ്ങനെ തലയിൽ ഉടച്ചിട്ട് കളയുന്നത്? അച്ഛൻ പറയാണ്, രേവതി, നീ ഇവനെ വിളിച്ചുകൊണ്ട് മേലേക്ക് പോയേ. ശരി അച്ഛാ, വാ എന്ന് പറഞ്ഞ് രേവതി അവനെ വിളിക്കുകയാണ്. രണ്ടുപേരും മുകളിലേക്ക് പോയി. അപ്പോൾ ചന്ദ്ര, ബാമോളെ. പിന്നെ ശ്രുതി ചോദിക്കുകയാണ്, ശ്രുതിക്ക് സന്തോഷമായില്ലേ? അമ്മ തന്നെ കൈപിടിച്ച് മുകളിലത്തെ റൂമിലേക്ക് അവളെ കൊണ്ടുപോയി. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് സന്തോഷമായ മോളെ? ഇരിക്ക് എന്ന് പറഞ്ഞ് ഇരുത്തി. എന്നിട്ട് പറയാണ്, ഈ വീട്ടിൽ മോൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. മോൾക്ക് എന്താഗ്രഹമുണ്ടോ ആ ആഗ്രഹം ഈ ആൻറ്റിയോട് പറയണം, ആൻറ്റി സാധിപ്പിച്ചു തരും. താങ്ക്സ് ആൻറ്റി. പിന്നെ ഈ രേവതിയുടെ ഹസ്ബൻഡ് എന്താ ഇങ്ങനെ എപ്പോഴും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ അങ്ങനെയാ. അവൻ പറയുന്നതൊന്നും മോള് കാര്യമാക്കണ്ട. എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ്റെ വായിക്ക് പൂട്ടിടാൻ ഞങ്ങളെ കൊണ്ട് ആവില്ല മോളെ. രേവതിയും അങ്ങനെ തന്നെയാ. രണ്ടും കണക്കാന്നേ. രണ്ടിനും വലിയ പഠിപ്പും ബുദ്ധിയൊന്നുമില്ല. എന്ത് പറയണം, ആരോട് പറയണം, എങ്ങനെ പറയണം എന്നൊന്നും അറിയില്ല. നമ്മളെ സ്റ്റാറ്റസിന് ചേർന്നവരല്ല രണ്ടും. മോൾ അവരോട് സംസാരിക്കാനൊന്നും പോകണ്ട. ആൻറ്റി പറഞ്ഞത് മനസ്സിലായല്ലോ? ആൻറ്റി എണീറ്റ് പോയി. എന്നെ കാണിക്കുന്നത് വർഷയാണ്. വർഷ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ് ശ്രീകാന്തിനെ നോക്കിയിട്ട്. വർഷ വാ. അവളവിടെ എത്തിയിട്ട് ചോദിക്കുകയാണ്, നീ എന്നെ വെയിറ്റ് ചെയ്യായിരുന്നോ? പിന്നല്ലാതെ, നീ ഇരിക്ക്, ഞാനിപ്പോൾ വരാം. ശരി. അവൻ ഒരു കേക്കും കൊണ്ടാണ് വന്നത് അവളുടെ അടുത്തേക്ക്.
നീ പാതി ഞാൻ പാതി, അതാ ഈ ഡിഷിൻ്റെ പേര്. കൊള്ളാലോ, ഇതെന്താ ഇങ്ങനെ ഒരു പേര്? ഒട്ടുമിക്ക രാജ്യക്കാരും അവരുടെ ഭാഷയിൽ അവരുടെ ആവശ്യങ്ങൾക്കുള്ള പേരാ ഇടുക. ഇവിടെ മാത്രമാണ് ഇംഗ്ലീഷ് പേരിടുന്നത്. ഇംഗ്ലീഷ് പേരിട്ടാലേ സ്റ്റാൻഡേർഡ് ഫുഡാവൂ എന്നുള്ളൊരു ധാരണ. ഞാനുണ്ടാക്കുന്ന ഫുഡിനൊക്കെ നമ്മളെ ഭാഷയിലുള്ള പേരെ ഞാനിടൂ. ഞാൻ പാതി നീ പാതി എന്നുള്ളതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? കപ്പിൾസിനുള്ള സ്പെഷ്യൽ കേക്കാ. ഇതിന് 2 ടേസ്റ്റാ. ഒന്ന് സ്വീറ്റ്സും ആണ്, ഒന്ന് സ്പൈസി ആണ്. ആഹാ, കൊള്ളാലോ. നോക്കട്ടെ എന്ന് പറഞ്ഞ് വർഷം എടുക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഞാൻ എടുത്തു തരാം. ശ്രീകാന്ത് ഒരു പീസ് എടുത്തിട്ട് വർഷയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. വാവ്, സൂപ്പർ, വെരി എമ്മി. ആദ്യം രുചിച്ചത് ചോക്ലേറ്റ്, പിന്നീട് സ്പൈസി, പിന്നെ 2 ടേസ്റ്റും മിക്സ് ആയിട്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഇതുവരെ ഇതുപോലെയൊന്നും കഴിച്ചിട്ടേ ഇല്ല. സത്യം പറ, ഇത് നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണോ അതോ ഏതെങ്കിലും വീഡിയോ കണ്ട് കോപ്പി അടിച്ചതാണോ? അതെ, കോപ്പി അടിച്ചതാ. നീ ഇത് കഴിക്കണ്ട എന്ന് പറഞ്ഞ അവനെടുത്ത്, ശ്രീ, അതവിടെ വെക്ക്. എന്നിട്ട് അവൻ പറയാണ്, എത്ര ദിവസം ടേസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്നറിയോ? എന്നിട്ട് കോപ്പി അടിച്ചതാന്ന് പോലും. ഞാൻ ചുമ്മാ ചോദിച്ചതല്ലേ. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എൻ്റെ പ്രൊഫഷനെ കുറ്റപ്പെടുത്തിയാൽ അതെനിക്ക് ഇഷ്ടമല്ല. അവളും പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ അമ്മ എൻ്റെ പ്രൊഫഷനെ എപ്പോഴും കുറ്റപ്പെടുത്തും. അതിൻ്റെ പേരിൽ ഞാനും അമ്മയും വഴക്കിടും. അപ്പോൾ പിന്നെ നീ എന്നോട് പറഞ്ഞതോ? സോറി, എനിക്ക് വിശക്കുന്നു. നീ അതവിടെ വെക്ക്. എന്തുകൊണ്ടാ കപ്പിൾസിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞേ? പ്രണയിക്കുമ്പോഴേ ആദ്യ നാളുകളിൽ 2 പേരും ഹാപ്പി ആയിരിക്കും. 2 പേരുടെയും പ്ലസ് മാത്രമേ കാണൂ, മൈനസ് കാണുകയില്ല. 8 മണിക്ക് കാണാമെന്ന് പറഞ്ഞാൽ 7 മണിക്ക് വന്ന് അവൻ വെയിറ്റ് ചെയ്യും. അത് കറക്റ്റാ. എന്നാലേ കല്യാണം കഴിഞ്ഞാൽ പരസ്പരം മൈനസ് കാണാൻ തുടങ്ങും. എല്ലാത്തിനും കുറ്റവും കുറവും കാണും. 8 മണിക്ക് വരാൻ പറഞ്ഞാൽ അവൻ 10 മണിക്കായിരിക്കും വരുന്നത്. കല്യാണത്തിന് ശേഷം നീ മാറിയെന്ന് പറഞ്ഞ് അവൾ വഴക്കടിക്കും. നീ എന്നെ ടോർച്ചർ ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവനും വഴക്കടിക്കും. മാരേജിന് മുമ്പേ മനസ്സ് AR റഹ്മാൻ്റെ മ്യൂസിക് പോലെ ഫ്രഷായിരിക്കും. എന്നാലോ വിവാഹം കഴിഞ്ഞാൽ മ്യൂസിക്കേ കാണത്തില്ല. ദിവസവും വീട്ടിൽ ഒരേ സൈറൻ ശബ്ദം മാത്രമായിരിക്കും. വഴക്കടിക്കുന്നതല്ലേ? അതൊക്കെ ശരി തന്നെ. അതും ഈ ഡിഷും തമ്മിൽ എന്താ ബന്ധം? സ്വീറ്റ്സ് സ്പൈസി അല്ലേ ഇതിൻ്റെ ടേസ്റ്റ്? റിലേഷൻഷിപ്പും അങ്ങനെ തന്നെയാണ്. 2 ടേസ്റ്റും മിക്സ് ചെയ്തായിരിക്കും. അത് മനസ്സിലാക്കി കപ്പിൾസ് അണ്ടർസ്റ്റാൻഡോടുകൂടി കഴിയണം. ഈ ഡിഷ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതാ. ഇത് ഞാൻ വാലന്റൈൻസ് ഡേയില ഇഷ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അന്നത്തേക്ക് 2 സെറ്റ് ഞാൻ ഇപ്പോഴേ റിസർവ് ചെയ്തു. അല്ല, അന്ന് കപ്പിൾസ് മാത്രമേ വരിക. നീ 2 സീറ്റ് റിസർവ് ചെയ്തോ? അപ്പോൾ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് അല്ലേ? ഇല്ല. പിന്നെന്തിനാ 2 സീറ്റ് റിസർവ് ചെയ്തേ? അപ്പോഴേക്കും ഇനിയും ദിവസങ്ങൾ കിടക്കുകയല്ലേ. അപ്പോഴേക്കും എനിക്കൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടുമെന്നാണ് തോന്നുന്നത്. അന്ന് ഞാൻ വരുമ്പോഴേ നീ ഇവിടെ ഉണ്ടാവണം കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ബോയ് ഫ്രണ്ട് ഉണ്ടാവില്ല. മനസ്സിലായില്ല? അതന്ന് മനസ്സിലായിക്കോളൂ. ഇതാ, ഞാൻ പാതി കഴിച്ചു, ഇനി നീ പാതി കഴിക്കേ. എന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. അവിടെ ശ്രുതിയും കൂടി വരികയാണ്. പറഞ്ഞ് അവൻ പുറകിൽ കൂടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പേടിച്ചു പോയോ? എന്തിനാ ഭയക്കുന്നത്? ഞാനാണെന്നറിയില്ലേ? സോറി. താനെന്താ ഇവിടെ തനിയെ വന്ന് നിൽക്കുന്നേ? ചുമ്മാ എന്ന് പറഞ്ഞ് അവൻ അവളെ കൈപിടിച്ച് ബെഡിൽ ഇരുത്തി. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ശ്രുതി. എന്ത്? കുറച്ച് നാൾ മുമ്പ് വരെ എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെന്ന് ഞാൻ കരുതിയേയില്ല. പക്ഷേ നീയൊരു മാലാഖയെ പോലെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ജീവിതാവസാനം വരെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും എന്നുള്ള പേടിയുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് ശ്രുതിയെ കിട്ടി. ഇപ്പോൾ എനിക്ക് ചുറ്റും ശ്രുതിയും നിറയെ ആളുകളുവാ. എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശ്രുതി. ഞാനും അങ്ങനെ തന്നെയാണ്, വളരെ സന്തോഷവാനാണ്. അവൻ മെല്ലെ അവളുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് അവളോട് പറയാണ്, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അതിന് ഈ സിനിമ ഒക്കെ ഇറങ്ങില്ലേ, അതിനു മുമ്പ് ട്രെയിലർ ഇറങ്ങുമല്ലോ. അതുപോലെ ഫസ്റ്റ് നൈറ്റിന് മുമ്പേ എന്ന് പറഞ്ഞ് അവൻ അവളുടെ ദേഹത്തേക്ക് കൈകൊണ്ട് തടവുകയാണ്. അവൻ ഓരോരോ കാര്യങ്ങളും ശൃംഗാരത്തോടുകൂടി പറയാണ്. അപ്പോൾ അവൾ വാതിലും തുറന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, കവിളിയൊരു മുത്തെങ്കിലും തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കവിളിയൊരു നുള്ളും കൊടുത്തിട്ട് അവൾ പുറത്തേക്ക് ഓടി. അവൾ താഴെ ആൻറ്റിയുടെ അടുത്തെത്തി. എന്നിട്ട് ആൻറ്റി പറയാണ്, ടയേർഡാണെങ്കിൽ കുറച്ച് നേരം ഉറങ്ങാമായിരുന്നല്ലോ മോളെ. അത് കുഴപ്പമില്ല ആൻറ്റി. മോളിവിടെ ഇരിക്ക്, ഞാൻ ആപ്പിൾ കട്ട് ചെയ്ത് തരാം. അതിൻ്റെ പുറമെ സച്ചി മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. എന്നിട്ട് രേവതി ഓടി വന്നു. അപ്പോൾ അച്ഛൻ എവിടെ? അച്ഛൻ ഉറങ്ങുക.
ഞാൻ പോയെന്ന് അച്ഛനോട് പറഞ്ഞേക്ക്. പിന്നെ ഒരു ചേച്ചി പൂവും കൊണ്ട് വരികയാണ് അവിടെ. പൂവും കൊണ്ട് വന്നതിന് ശേഷം സച്ചി ചോദിക്കുകയാണ്, ആ വാ, എങ്ങനെയുണ്ട് ചേച്ചിയുടെ കെട്ടിയവനൊക്കെ എങ്ങനെ? അന്ന് സാറിൻ്റെ കയ്യിൽ നിന്ന് 2 കിട്ടിയപ്പോൾ മര്യാദയ്ക്ക് ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. ദിവസവും പൂ കൊണ്ടിരുന്നത് ബുദ്ധിമുട്ടല്ലേ? അത് നമ്മുടെ രേവതിക്ക് വേണ്ടിയല്ലേ? അറിയാലോ രേവതി കെട്ടുന്ന മാലയുടെ ഡിമാൻഡ്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. രേവതി, ചായ കൊടുത്തിട്ടേ ചേച്ചിയെ വിടാവും. ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി പോയി. അപ്പോൾ ചന്ദ്ര പറയാണ്, മോൾ ആപ്പിൾ കഴിക്കേ? ചന്ദ്ര ശ്രുതിയോട് പറയാണ്. അപ്പോൾ അവർ രേവതിയോട് പറയാണ്, നീ ഭാഗ്യവതിയാ രേവതി, നിനക്ക് സച്ചിയെ പോലെ ഒരു തന്നെയാണല്ലോ ഭർത്താവായിട്ട് കിട്ടിയത്. നിൻ്റെ അതേ ടൈപ്പ് തന്നെയാണ് അവനും. നമ്മുടെ ഇടയിൽ നല്ല പേരാ സച്ചിക്ക്. സച്ചി അടി കൊടുത്തപ്പോഴേ ഗജാനന്ദൻ അവിടെ വരാറേയില്ല, പേടിച്ചിട്ടേ. ചേച്ചി ഇരിക്കെ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഏയ് മോളെ, ചായ ഒന്നും വേണ്ട, വെള്ളം മതി. അത് ചോദിക്കുകയാണ്, ഇവരൊക്കെ ആരാ ആൻറ്റി? ഇവരെ അറിയില്ലേ? ഇവരൊക്കെ വലിയ ബിസിനസ്സുകാരാ. ചന്ദ്ര കളിയാക്കി പറയാണ്, കോടികളുടെ ബിസിനസ്സല്ലേ നടത്തുന്നത്. ശ്രുതി വിചാരിച്ച് ശരിക്കും ശരി തന്നെയാണ് പറയുന്നതെന്ന്. കണ്ടാ പറയില്ല. മോളെ, ഇവരൊക്കെ തെരുവോരത്ത് പൂ വിൽക്കുന്നവരാ, അവളുടെ ബന്ധുക്കളാ. രേവതി വെള്ളവുമായിട്ട് വരുമ്പോൾ കേൾക്കുകയാണിത്. ബിസിനസ് മീറ്റിങ്ങിന് വന്നതാ. ഇതാ ചേച്ചി, വെള്ളം കുടിക്ക്. നേരം വന്ന് എടുത്തോളൂ, ഞാൻ മാല കെട്ടി വെച്ചേക്കാം. ഞാൻ പോട്ടെ മോളെ, കട തുറക്കണം. അപ്പം ചന്ദ്ര, പിന്നെ കേട്ടാ തോന്നും വലിയ ഷോപ്പിംഗ് മാള തുറക്കാൻ പോകുന്നതെന്ന്. ചെറിയൊരു പൂക്കടയല്ലേ. അപ്പം രേവതി, പുച്ഛിക്കണ്ട അമ്മേ, അമ്മയ്ക്ക് അതും കൂടി ഇല്ലല്ലോ ഈ എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് എണീറ്റ്. അപ്പോൾ രേവതി അവരോട് പറയാണ്, ചേച്ചി ചെല്ല്. അവൾ പൂവിൻ്റെ കൂട്ടയുമായിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചന്ദ്ര, അവിടെ നിന്നേ, കുറച്ച് പൂവ് കൊണ്ട് മാല കെട്ടിയാൽ മതി, ബാക്കി പൂവ് കൊണ്ട് ശ്രുതിയുടെ മുറി ഡെക്കറേറ്റ് ചെയ്യണം. മുറിയൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തല്ലോ അമ്മേ. അത് പോരാ, ഇന്നവൻ്റെ ശാന്തി മുഹൂർത്തവും നടക്കുക. ഇതൊക്കെ കസ്റ്റമേഴ്സിന് മാല കെട്ടി കൊടുക്കേണ്ട പോവാ. ഓ പിന്നെ, വിദേശത്തു നിന്ന് ഫ്ലൈറ്റും പിടിച്ച് വന്നല്ലേ കസ്റ്റമേഴ്സ് നിൻ്റെ മാല വാങ്ങാൻ വരുന്നത്. നിന്നെ ഇവിടെ നിന്ന് പൂ കെട്ടാൻ വിട്ടത് അതെൻ്റെ ഔദാര്യ. മുറി ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം മാത്രം മാല കെട്ടിയാൽ മതി. അത് പറ്റില്ല അമ്മേ. ഞാൻ ക്യാഷ് തരില്ലെന്ന് കരുതിയിട്ടാണോ? എനിക്കിൻ്റെ ഓശാരമൊന്നും വേണ്ട, എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ കാശ് തരാം. കാശിന് വേണ്ടിയല്ല അമ്മേ ഞാൻ പറഞ്ഞത്. ദിവസവും വരുന്ന കസ്റ്റമേഴ്സിന് മാല കെട്ടിക്കൊടുത്തില്ലെങ്കിൽ മോശ പേര് വരും. ഓ പിന്നെ, 10-100 വർഷം പഴക്കമുള്ള പാരമ്പര്യ ബിസിനസ്സല്ലേ. മോശം പേര് വരുമ്പോഴും വേണമെങ്കിൽ 10-20 രൂപ കൂട്ടിത്തരാം. പൂക്കൾ എനിക്ക് വേണം. രേവതി എന്ത് ചെയ്യണം എന്നറിയാതെ ചന്ദ്രയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.